ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് രാവിലെ ധൃതി പിടിച്ച ജോലിയാണ്. രാവിലെ തന്നെ ചോറെടുത്ത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചേ. അപ്പോൾ അതവിടെ ഇരുന്ന് വെന്തോളുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ചായ വെക്കുവാണ്. എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് വന്ന ഉടനെ നല്ല അടിപൊളി ഒരു ചായ കുടിക്കണം. നല്ല ഇച്ചിരി മധുരവും ഇച്ചിരി കടുപ്പവും ഒക്കെ ആയിട്ടുള്ള അത് കുടിച്ചെങ്കിലേ ഒരു സമാധാനമുള്ളൂ. എന്നെപ്പോലെ ചായ ലവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കാണെങ്കിൽ ചായ കിട്ടിയില്ലെങ്കിൽ ഒരുമാതിരി മന്ദതയാണ്, മത്ത് പിടിച്ച പോലെ ഞാൻ നടക്കും. അതുകൊണ്ട് എനിക്ക് നിർബന്ധമാണ് എഴുന്നേറ്റ് വന്ന ഒരു ഗ്ലാസ് ചായ കുടിക്കണം. കിച്ചുമോനും ചക്കിയും ഉറക്കമാണ്. അവർക്കുള്ള ചായയൊക്കെ വെച്ചെടുത്തിട്ട് വേണം അവരെ വിളിച്ചെണീപ്പിക്കാൻ. ഞാൻ ഒരു 7:15 7:30 ആകുമ്പോഴേ വിളിച്ചെണീപ്പിക്കുകയുള്ളൂ. ചക്കിവിനെ 8 ആകുമ്പോഴേ എഴുന്നേറ്റ് വരുവുള്ളൂ. ചക്കിക്ക് സ്കൂളില്ലാത്ത ദിവസം രാവിലെ സുബഹിക്ക് അവൻ എഴുന്നേക്കും. ശനിയും ഞായറും തിങ്കൾ മുതൽ വെള്ളി വരെ അവനിക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. വിളിച്ച് നമ്മൾ മടുക്കും. എന്നാലും അവൻ എഴുന്നേക്കത്തില്ല. ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ അവനെ ആരും വിളിക്കണ്ട. അവൻ തന്നെ എഴുന്നേറ്റ് വന്നിരുന്ന്, ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവൻ വന്നിരുന്ന് TV ഓണാക്കിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാണാം. നിങ്ങൾക്കെല്ലാവർക്കും എന്നാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മഴയില്ലായേ. നിങ്ങളുടെ എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കാണെങ്കിൽ ഇപ്പം കുറേ പുതിയ ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്. അവരെല്ലാം കമൻ്റ് ഇടുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ മെസ്സേജിൽ കിടക്കുന്ന കണ്ട് ഹോം ടൂർ ചെയ്യാമോ, അതുപോലെ തന്നെ ഡേ മൈ ലൈഫ് ചെയ്യാമോ എന്നൊക്കെ. എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു വീടല്ലേ, ഇത് വെച്ച് ഞാൻ എങ്ങനെ ഹോം ടൂർ ചെയ്യാനാ? അതൊക്കെ വലിയ വലിയ വീടൊക്കെ ഉള്ളവരൊക്കെ അല്ലേ ഹോം ടൂറൊക്കെ ചെയ്യേണ്ടത്. ഞാൻ പാവം. അതുപോലെ ഡേ മൈ ലൈഫ് നോക്കട്ടെ, പരമാവധി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ക്ലാസ്സില്ലാത്ത ദിവസങ്ങളൊക്കെ നടക്കുകയുള്ളു. ഈ വീഡിയോ എടുക്കലും കുക്കിങ്ങും ഒക്കെ ഭയങ്കര താമസമുള്ള പരിപാടിയാണ്. നമുക്ക് സാധാരണ 2 മണിക്കൂറും കൊണ്ട് ചെയ്താൽ തീരുന്ന ജോലി നമുക്കൊരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞ വേണം. നമുക്ക് പതുക്കെ ഇതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. നോക്കട്ടെ, ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഡേ മൈ ലൈഫൊക്കെ ചെയ്യാം. 30-ാം തീയതിയാണ് ഈരാറ്റുപേട്ടക്കാർക്കുള്ള പ്രത്യേക കമൻറ്റിനുള്ള നറുക്കെടുപ്പ്. അപ്പം എല്ലാവരും കമൻറ്റ് ഇട്ടോ കേട്ടോ. നറുക്കെടുപ്പിന് വേണ്ടി മാത്രമല്ല കേട്ടോ, അല്ലാതെ എൻ്റെ വീഡിയോസിനൊക്കെ കമൻറ്റ് ഇടണേ. നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കാണുന്നെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. യൂട്യൂബിലാണെങ്കിൽ സബും ചെയ്യണേ. അതുപോലെ കുറേ പേര് ചോദിച്ചു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫേസ്ബുക്കിൽ DM വെച്ചിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റയുടെ DM വെച്ചിട്ടുണ്ട്. ഇന്നെനിക്ക് സാദാ ചോറും ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും കൂർക്ക താളിച്ചതും ചമ്മന്തിയുമാണ് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ. ഉച്ചയ്ക്ക് ഞങ്ങൾക്കും, പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ മീൻ കറിയും മീൻ വറുത്തതും കൂടെ ഉണ്ട്. അവർക്ക് ഞാൻ ചിക്കനാണ്, എനിക്ക് മീൻ നിർബന്ധമായതുകൊണ്ട് ഞാൻ മീൻ കറിയും വെക്കണം, മീനും വറുക്കണം. ഇന്ന് ചക്കിയെ കിച്ചുമോൻ കുളിപ്പിച്ച് വിട്ടെ. പിന്നെ എനിക്ക് ഡ്രസ്സ് മാത്രം ഇട്ട് കൊടുത്ത് ഒരുക്കി എടുത്താൽ മതിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ വാരി കൊടുക്കണം. ചക്കി പറയുമോ, ചക്കിക്ക് ഇത്രയും ദിവസമായിട്ട് ഞാൻ സ്കൂൾ തുറന്നിട്ട് ഒരു ലീവ് പോലും കൊടുത്തിട്ടില്ല. ഇന്ന് അവനിക്കൊരു ലീവ് കൊടുക്കാവോ എന്ന് ഞാൻ പറഞ്ഞ്, തുറന്നതല്ലേ ഉള്ളൂ, ആകെ 2 ആഴ്ച ആയതേ ഉള്ളൂ, നീ കുറച്ച് ദിവസം പോ, അതിന് ശേഷം ഞാൻ ഒരു ലീവ് തരാമെന്ന് പറഞ്ഞു. പിന്നെ ചക്കിക്കുള്ള ലഞ്ചൊക്കെ എടുത്തുകൊണ്ട് വന്നത് ബാഗിലേക്ക് വെച്ചേ. കിച്ചുമോനിക്ക് നേരത്തെ പോകുന്നത് കൊണ്ട് അവനിക്ക് ലഞ്ച് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ചക്കിക്കും കൂടെ എടുത്ത് ബാഗിൽ കൊണ്ടേ വെച്ചേക്കുവേ. അത് കഴിഞ്ഞത് ചക്കിയുടെ ബസ് വരാൻ സമയം അവനെയും കൊണ്ട് ഞാൻ പോവാണ്. റോഡ് വരെ ചെല്ലണേ, അവിടെ ബസ് വരുവുള്ളേ. നമ്മുടെ മാർക്കറ്റ് റോഡിൽ നിന്ന് PMസിലേക്ക് ഇറങ്ങുന്ന റോഡില്ലേ, അവിടെയാണ് ബസ് വരുന്നത്. ബസ്സാണെങ്കിൽ മാർക്കറ്റ് റോഡ് കയറിയതിൻ്റെ ഓണടി കേൾക്കാവേ. ചക്കി ഇപ്പോഴും ഇവിടെ ഇരുന്ന് ചെരുപ്പിട്ടുകൊണ്ടിരിക്കുവാണ്. ചക്കിയോട് ഞാൻ പറയും, ഇച്ചിരി നേരത്തെയൊക്കെ നീ ചെരുപ്പിടറാന്ന്. അവനിക്കപ്പോൾ സമയമില്ല, അവൻ ആ സമയം കൂടെ TV കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ചക്കിയുടെ ബസ് വന്നു. ചക്കീനെ ഞാൻ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്നു. കൂർക്ക എണ്ണയിലിട്ടു. പിന്നെ എനിക്കിനി ഫിഷ് വറുക്കാനും കറി വയ്ക്കാനും ഉണ്ട്. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.